Hello, welcome to Red Short Talks. നമസ്കാരം. നിങ്ങൾ പങ്കുവച്ച ആ മാർക്കറ്റ് അനാലിസിസ് നോട്ട്സ് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? ഇതിലെ പ്രധാന കാര്യങ്ങൾ, സാധ്യതകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രത്യേകിച്ചും ആ 1 മണിക്കൂർ 15 മിനിറ്റ് ടൈം ഫ്രെയിമുകളിലെ ട്രെൻഡുകൾ, പിന്നെ ഡിമാൻഡ്, സപ്ലൈ സോണുകൾ, അതൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത്. ശരി, അപ്പൊ ആദ്യം ആ 1 മണിക്കൂർ ചാർട്ട് 1H. അവിടെ കുറിപ്പുകൾ പറയുന്നത് ഒരു ഷോർട്ട് ടേം ട്രെൻഡ്, അത് ബുള്ളിഷ് ആണെന്നാണല്ലേ. പക്ഷേ ഒരു 25,100, 25,200 ആ റേഞ്ചിൽ എത്തുമ്പോൾ ഒരു വേഗത കുറയുന്ന പോലെ ഒരു തളർച്ച. പ്രധാനപ്പെട്ട ഡിമാൻഡ് സോൺ, അതായത് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ 24,850, 24,900 ആണെന്നും പറയുന്നുണ്ട്. അതെ, ആ 1 മണിക്കൂറിലെ ഡിമാൻഡ് സോൺ ഈ 24,850 തൊട്ട് 900 വരെയുള്ളത്, അത് താരതമ്യേന പുതിയതാണ്. നല്ല വോളിയം സപ്പോർട്ട് കൊണ്ടുകൂടെ, അത് ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെ. പക്ഷേ നിങ്ങൾ പറഞ്ഞ മുകളിലെ ലെവല് 25,100, 25,200 അതാണിപ്പോൾ കുറച്ചുകൂടി പ്രധാനം. കാരണം എന്താന്ന് വെച്ചാല് തൊട്ടു മുകളില് ഡെയിലി ചാർട്ടില് 25,200 ഒരു സപ്ലൈ സോൺ കിടക്കുന്നുണ്ട്. അതായത് വിൽക്കാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന ഒരു ഏരിയ. ഇത് പുതിയതാണ്, മെയ് മാസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ഒരു നല്ല പ്രതികരണം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ 1 മണിക്കൂറിൽ നോക്കുമ്പോ വാങ്ങാൻ താല്പര്യം താഴെയുണ്ടെങ്കിലും തൊട്ടു മുകളിൽ ഒരു വലിയ കടമ്പയുണ്ട്. ശരി, ഇനി 15 മിനിറ്റ് ചാർട്ടിലേക്ക് വന്നാലോ? അവിടെ കുറിപ്പുകളിൽ ഹയർ ലോസ് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് വില താഴോട്ട് വരുമ്പോൾ ഓരോ തവണയും മുൻപത്തെക്കാൾ മുകളിൽ സപ്പോർട്ട് എടുക്കുന്നു. അതൊരു പോസിറ്റീവ് സൈൻ അല്ലേ? ശരിയാണ്, ഹയർ ലോസ് കാണിക്കുന്നത് ഒരു ബുള്ളിഷ് ഇൻഡിക്കേഷൻ തന്നെയാണ്. താഴെ നിന്ന് വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ ആ 15 മിനിറ്റ് ചാർട്ടില് 25,100-നടുത്തേക്ക് എത്തുമ്പോൾ ക്യാൻഡിലുകളിലെ ഈ റിജക്ഷൻ വിക്കുകൾ കാണാം. അതായത് ക്യാൻഡിലിന്റെ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന നിഴലുകൾ. അത് കാണിക്കുന്നത് ആ ഉയർന്ന വിലയിൽ വിൽപ്പനക്കാർ ശക്തമായി ഇടപെടുന്നു എന്നാണ്. ഓ, അപ്പൊ അവിടെയും ഒരു തടസ്സം നേരിടുന്നുണ്ട്. അതെ, അപ്പൊ 15 മിനിറ്റിലൊരു മിക്സ്ഡ് സിഗ്നൽ ആണ് വരുന്നത്. താഴെ 25,000, 25,020, പിന്നെ 24,900, 24,920 റേഞ്ചിലൊക്കെ ഡിമാൻഡ് ഉണ്ടെങ്കിലും മുകളിൽ ഈ 25,100-ൽ വിൽപ്പനയുടെ പ്രഷർ വരുന്നുണ്ട്. ഈ കാൻഡിൽ സ്റ്റിക് സൂചനകളെ പറ്റി ഒന്നുകൂടി പറയാമോ? ഈ റിജക്ഷൻ വിക്കുകളല്ലാതെ വേറെന്തെങ്കിലും പാറ്റേൺസ്? നോട്ട്സിൽ പറയുന്നത് ഈ 25,100-ലെ റിജക്ഷൻ വിക്കുകൾ സെല്ലേഴ്സ് ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്നു. എന്നാൽ കുറച്ചു മുമ്പ് വില 24,700-ൽ നിന്ന് കേറിയപ്പോൾ അവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ഒരു ചെറിയ റെഡ് കാൻഡിലിനെ കവർ ചെയ്യുന്നൊരു വലിയ ഗ്രീൻ കാൻഡിൽ. അത് അന്ന് വാങ്ങുന്നവർക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു. പക്ഷേ ഇപ്പൊ ആ ഒരു ബൈയിങ് മൊമെന്റം മുകളിലെ ലെവലിൽ കുറയുന്നോ എന്നൊരു സംശയം ഈ റിജക്ഷൻ വിക്കുകൾ തരുന്നുണ്ട്. മനസ്സിലായി. അപ്പോ ഈ പല ടൈം ഫ്രെയിമിലെ സിഗ്നലുകളും കാൻഡിൽ പാറ്റേണുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിന് എന്തായിരിക്കും പൊതുവായ ഒരു ചായ്വ്? നോട്ട്സിൽ പറയുന്നത് ന്യൂട്രൽ ടു ബെയറിഷ് എന്നാണല്ലോ. അതെന്തുകൊണ്ടാണ്? പ്രധാനമായും ആ ഡെയിലി സപ്ലൈ സോണിന്റെ 25,200-ന്റെ ശക്തി കൊണ്ടാണ്. അത് തൊട്ടടുത്തുള്ള ഡിമാൻഡ് സോണുകളെക്കാളും, അതായത് ഈ 24,900 റേഞ്ചിലുള്ളതിനേക്കാളും പുതിയതും ശക്തവുമാണ്. അതോടൊപ്പം 1 മണിക്കൂറിലും 15 മിനിറ്റിലും മുകളിലെ ലെവലുകളിൽ ഈ തടസ്സങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. ശരി. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ഷോർട്ട് സൈഡിലേക്കോ അല്ലെങ്കിൽ സൈഡ് വേസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഒരു ന്യൂട്രൽ ടു ബെയറിഷ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ വില ഏകദേശം 25,009 ആണല്ലോ. അതൊരു മിഡ് റേഞ്ച് ആണ്. ഇവിടെ ഒരു പുതിയ എൻട്രി എടുക്കുന്നത് കുറച്ച് റിസ്കിയാണ്, വ്യക്തത കുറവാണ്. ശരിയാണല്ലോ. അപ്പൊ നല്ല അവസരങ്ങൾക്ക് കാത്തിരിക്കണം. ഈ സാധ്യതയുള്ള ട്രേഡ് സെറ്റപ്പുകളെ പറ്റി നോട്ട്സിൽ പറയുന്നുണ്ടല്ലോ. ഒരു ലോങ് സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് വാങ്ങാൻ എന്താണ് പ്ലാൻ? ലോങ് പോകാൻ ഏറ്റവും നല്ലത് വില ഒന്നുകൂടി താഴെ വന്ന് ആ 24,900 ഡിമാൻഡ് സോണിന്റെ അടുത്തെത്തണം. അവിടെ എത്തിയിട്ട് വാങ്ങുന്നതിനുള്ളൊരു സ്ഥിരീകരണം കിട്ടണം. ഉദാഹരണത്തിന് ഒരു 5 മിനിറ്റ് ചാർട്ടില് പിൻബാറോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണോ വന്നാൽ അപ്പോ പരിഗണിക്കാം. സ്റ്റോപ്പ് ലോസ് SL 24,850-ന് താഴെ വെക്കണം. ടാർഗറ്റ് പ്രോഫിറ്റ് TP ആയിട്ട് 25,050 TP1, പിന്നെ 25,750 TP2. ഇതാണ് നോട്ട്സിലെ ഒരു നിർദ്ദേശം. ഓക്കെ, അപ്പൊ ഡിമാൻഡ് സോണില് കൺഫർമേഷനോടെ ലോങ്. ഇനി ഷോർട്ട് സൈഡ്, അതായത് വിൽക്കാൻ അവസരം നോക്കുകയാണെങ്കിലോ, അത് മുകളിലെ ആ സപ്ലൈ സോണിൽ നിന്നായിരിക്കുമോ? അതെ, സാധ്യത അവിടെയാണ്.
വില 25,150, 25,200 എന്ന സപ്ലൈ സോണിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു വ്യക്തമായ ബേറിഷ് റിജക്ഷൻ, അതായത് വിൽപ്പനയുടെ സിഗ്നൽ കാണിക്കണം. അങ്ങനെ വന്നാൽ ഷോർട്ട് സെല്ലിന് അവസരമുണ്ട്. സ്റ്റോപ്പ് ലോസ് 25,230 മുകളിലും ടാർഗറ്റുകൾ 25,020, TP1 24,900, TP2 ആയും പ്ലാൻ ചെയ്യാമെന്നാണ് നോട്ട്സ് പറയുന്നത്. ശരി. എല്ലാ ട്രേഡിലും റിസ്ക് മാനേജ്മെന്റ് വളരെ പ്രധാനമാണല്ലോ. അതിനെപ്പറ്റി എന്തെങ്കിലും പ്രത്യേകമായി പറയുന്നുണ്ടോ? തീർച്ചയായും. റിസ്ക് റിവാർഡ് റേഷ്യോ RR മിനിമം 1.2 എങ്കിലും വേണം. അതായത് ₹1 നഷ്ടം സഹിക്കാൻ തയ്യാറായാൽ കുറഞ്ഞത് ₹2 ലാഭം കിട്ടാൻ സാധ്യത വേണം. പിന്നെ ആദ്യത്തെ ടാർഗറ്റ് TP1 അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് എൻട്രി പോയിന്റിലേക്ക് മാറ്റുന്നത് നല്ലതാണ്. റിസ്ക് കുറയ്ക്കാം. അത് നല്ലൊരു പോയിന്റാണ്. അതുപോലെ വില പ്രധാന സപ്പോർട്ടിന് 24,850 താഴെയോ അല്ലെങ്കിൽ പ്രധാന റെസിസ്റ്റൻസിന് 25,250 മുകളിലോ ക്ലോസ് ചെയ്താൽ പിന്നെ ആ ട്രേഡിൽ നിൽക്കരുത്, എക്സിറ്റ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇന്നത്തെ ഈ വിശകലനമനുസരിച്ച് ഇൻട്രാഡേയില് മുകളിലെ 25,150, 25,200 സോൺ ഒരു പ്രധാന തടസ്സമാണ്. അവിടെ ഒരു ബെയറിഷ് ചായ്വാണ് കൂടുതൽ. അതേസമയം വാങ്ങാനാണെങ്കിൽ 24,900 ഡിമാൻഡ് സോണിലെ വില എത്തി നല്ലൊരു കൺഫർമേഷൻ തന്നാൽ മാത്രം പരിഗണിക്കാം. ഇപ്പോഴത്തെ ഈ 25,080 ലെവലിൽ ചാടിക്കയറി ലോങ് എടുക്കുന്നത് അത്ര പന്തിയല്ല. അതെ, അതാണ് ആശയം. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് പ്രധാനമായും ടെക്നിക്കൽ അനാലിസിസ് ആണല്ലോ. ഈ പറഞ്ഞ ശക്തമായ 25,200 സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്യാൻ മാത്രം എന്തെങ്കിലും വാർത്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഇവന്റുകളോ വരാനിടയുണ്ടോ? അല്ലെങ്കിൽ നേരെ മറിച്ച് മാർക്കറ്റിലെ പൊതുവായ സെന്റിമെന്റ് മോശമായാൽ ഈ 24,900 ഡിമാൻഡ് സോണിലേക്ക് വളരെ വേഗം വില എത്തുമോ? ഈ ടെക്നിക്കൽ ലെവലുകൾക്കൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു തുടർചിന്തയ്ക്കുള്ള വിഷയമാണ്. ശരിയാണ്. ഈ വിശദീകരണം നിങ്ങളുടെ നോട്ട്സിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു. നന്ദി.